ഹായ് നമസ്കാരം. മരം കൊച്ചുന്ന തണുപ്പിന്റെ മറവിൽ കാശ്മീരിന്റെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ സേനയെ തുരത്തിയോടിച്ച ഇന്ത്യൻ സൈന്യം ഗാർഗിലിൽ വിജയകൊടി പാറിച്ചിട്ട് ഇന്നേക്ക് 25 വർഷം തികയുന്നു. ഓരോ വർഷം കഴിയുന്തോറും വീര്യം കൂടുന്ന ആ വിജയമധുരം രാജ്യം ഇന്നും വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് അഭിമാനകരമായ യുദ്ധവിജയം നേടിക്കൊടുക്കുന്നതിനിടെ രക്തസാക്ഷികളായത് 527 ധീര ജവാന്മാരാണ്. പരിക്കേറ്റവർ അതിലേറെയാണ്. അന്നത്തെ പരിക്കിൽ നിന്നും ഇന്നും മോചിതനാവാത്ത ഒരു ധീര സൈനികൻ ഇങ്ങ് കണ്ണൂർ കടന്നപ്പള്ളിയിലുണ്ട്. കോട്ടത്തുംചാൽ പനങ്ങാട്ടു വെളിച്ചം തോട് വീട്ടിൽ PV ശരത്ചന്ദ്രനാണ് ആ പോരാളി. യുദ്ധത്തിൽ നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേറ്റ PV ശരത്ചന്ദ്രൻ കഴിഞ്ഞ 25 വർഷമായി വീൽ ചെയറിലാണ് കഴിയുന്നത്. അന്ന് യുവാവായിരുന്ന ശരത്ചന്ദ്രൻ വിവാഹമെന്ന സ്വപ്നവും പരിക്കിനിടെ തുടർന്ന് തകർന്നു. സഹോദരങ്ങളോടും കുടുംബത്തിനോടും ഒപ്പമാണ് സൈനികൻ ഇന്ന് കഴിയുന്നത്. രാജ്യത്തിന് വേണ്ടി പോരാടിയതിനാലാണ് തനിക്ക് ഈ അവസ്ഥ വന്നത് എന്നതിൽ അഭിമാനം മാത്രമുള്ളൂ എന്ന് ശരത്ചന്ദ്രൻ പറയുന്നു. 1998 21 വയസ്സിലാണ് ഞാൻ സൈന്യത്തിൽ ചേരുന്നത്. ഹൈദരാബാദിലെ ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം നിയമനം കിട്ടിയത്. കാശ്മീരിലെ ഉറിയിലാണ് സേനയിൽ മീഡിയം ആർട്ടിലറി വിഭാഗത്തിൽ ഗണ്ണറായിട്ടാണ് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. പട്ടാള യൂണിഫോം അണിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് ഗാർഗിലിൽ യുദ്ധം ആരംഭിക്കുന്നത്. ശരത്ചന്ദ്രൻ ഓർക്കുന്നു, യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഗാർഗിലിൽ എത്തണമെന്ന സന്ദേശം ഉറിയിലേക്ക് ലഭിച്ചു. യുദ്ധസമയത്ത് ഓരോ ആർട്ടിലറി വിഭാഗത്തെയും ഇത്തരത്തിൽ വിളിപ്പിക്കും. അങ്ങനെ ഞങ്ങളുടെ സംഘം ഗാർഗിലിലേക്ക് തിരിച്ചു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ യുദ്ധം ശക്തമായിരുന്നു. ഏതാനും ദിവസത്തെ ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ് ഞാനും കൂടെയുള്ളവരും ട്രക്കിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഷെല്ലാക്രമണം ഉണ്ടായത്. ഞങ്ങളുടെ വാഹനവ്യൂഹം അപ്പോൾ ഉറിയയിലെ നദിക്കരയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉൾപ്പെടെ 5 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ശക്തമായ ആക്രമണത്തിൽ സൈനിക ട്രക്ക് റോഡിൽ നിന്നും നദിയിലേക്ക് മറിഞ്ഞു. ആ വീഴ്ചയാണ് സുഷ്മന നാഡിക്ക് പരിക്കേൽക്കുന്നത്. 2ാം ദിവസം കഴിഞ്ഞാണ് ബോധം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പറ്റിയതെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. കാശ്മീരിലെ സൈനിക ആശുപത്രിയിൽ നിന്നും പിന്നെ ഛത്തീസ്ഗഡിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ തന്നെ പോലെ പരിക്ക് പറ്റിയ നിരവധി സൈനികരുണ്ടായിരുന്നു. ശരീരം തളർന്നു പോയവർ തന്നെ 10ഓളം പേരുണ്ടായിരുന്നു. ചുറ്റും ഭീകരമായ കാഴ്ചയായിരുന്നു. കാലും കൈയും നഷ്ടപ്പെട്ടവരും പൊള്ളലേറ്റവരുമൊക്കെ ഉണ്ടായിരുന്നു. നട്ടെല്ലിന് പരിക്ക് പറ്റിയത് ഒഴിച്ചാൽ പുറമേക്ക് ശൂന്യമായ വലിയ പരിക്കുകളൊന്നും എനിക്കുണ്ടായിരുന്നില്ലെന്നും ശരത്ചന്ദ്രൻ വ്യക്തമാക്കുന്നു. 9 മാസത്തോളം അവിടെയുണ്ടായിരുന്ന ചികിത്സ പിന്നീടാണ് കടന്നപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുന്നതെന്നും ശരത്ചന്ദ്രൻ പറയുന്നു. ആദ്യമൊക്കെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആയുർവേദ ചികിത്സയ്ക്ക് ശേഷമാണ് കസേരയിൽ ഇരിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അത് വലിയ അനുഗ്രഹമായി. അതോടെ വീൽ ചെയർ വാങ്ങി, പിന്നീട് മുച്ചക്ര സ്കൂട്ടർ വാങ്ങിച്ചു. ഇതോടെ ഇപ്പോൾ പുറത്തേക്ക് പോയി തുടങ്ങി. പതിയെ പതിയെ യാത്രയുടെ ദൈർഘ്യം കൂട്ടിവരും. അടുത്തൊരു വായനശാല പ്രവർത്തിക്കുന്നുണ്ട്. പകൽ സമയവും അധികവും അവിടെയായിരിക്കും. ഇപ്പോഴും പലതരത്തിലുള്ള ചികിത്സകൾ നടത്തുന്നുണ്ട്. പല കഷ്ടപ്പാടുകളും സഹിച്ചാണ് കഴിഞ്ഞ 25 വർഷം ജീവിച്ചു പോകുന്നത്. പ്രായം കൂടി വരുന്നതിനാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്നാലും ഞാൻ വളരെ സന്തോഷവാനാണ്. രാജ്യത്തിന് വേണ്ടിയാണല്ലോ, അതിൽ അഭിമാനമാണ്. അല്ലാതെ ബൈക്ക് അപകടത്തിലൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലാണല്ലോ കുറ്റബോധം വേണ്ടത്. അന്ന് ജോലി ചെയ്ത കാശ്മീരിലെ സ്ഥലങ്ങളിലേക്ക് സൈനിക യൂണിഫോമിൽ തന്നെ ഒരിക്കൽ കൂടെ പോകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ധീര സൈനികൻ കൂട്ടിച്ചേർക്കുന്നു.